വിഷുക്കണി ഒരുക്കാൻ കണിവെള്ളരികൾ വിപണിയിൽ സുലഭമായി. വെള്ളരിപ്പാടങ്ങളിൽ വിഷു വിപണി ലഭ്യമാക്കി നടത്തിയ കൃഷികളുടെ വിളവെടുപ്പ് ഉത്സവം നടന്നു. കണിവെള്ളരിക്ക് ആവശ്യക്കാരേറെയെങ്കിലും വിഷു തലേന്നത്തെ ഉയർന്ന വിലയുടെ ആനുകൂല്യം കർഷകർക്ക് ലഭിക്കാറില്ല. വിഷുക്കണിയിൽ പ്രഥമ സ്ഥാനമുണ്ട് കണിവെള്ളരിക്ക്. വിഷുപ്പുലരിയിൽ കണി കണ്ടുണരുമ്പോൾ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയാണ് സ്വർണ്ണപ്രഭയിൽ തിളങ്ങി നിൽക്കുന്ന കണിവെള്ളരികൾ. അതുകൊണ്ട് തന്നെ സ്വർണ്ണവർണ്ണത്തിലുള്ള അഴകൊത്ത കണിവെള്ളരികൾക്ക് ഡിമാൻഡ് ഏറെയാണ്. കടും മഞ്ഞ നിറത്തിൽ വിളവെടുപ്പിന് പാകമായി നിൽക്കുന്ന കണിവെള്ളരി ആരെയും ആകർഷിക്കും. വില കുറവായതും കൃഷിനാശവും മൂലം പലയിടത്തും ആശങ്കയോടെയാണ് കണിവെള്ളരി വിളവെടുപ്പ് നടത്തുന്നതെന്ന് പുലിയന്നൂർ പാടശേഖരത്ത് 35 വർഷമായി കണിവെള്ളരി ഉൾപ്പെടെ വിവിധ കൃഷികൾ ചെയ്തു വരുന്ന കർഷകനായ കെ കലാധരൻ പറയുന്നു. ഈ കൃഷി ചെയ്തെങ്കിലും കർഷകർക്ക് ശരിയായ വില ഒരു അവസരത്തിലും കിട്ടുന്നില്ല. ഇതുകൊണ്ട് ബിസിനസ്സുകാരാണ് കാശുണ്ടാക്കുന്നത്. കർഷകരെന്നും അലച്ചിൽ മാത്രം. എങ്കിലും നമ്മൾ ചെയ്യുന്ന തൊഴിലായതുകൊണ്ട് ഇത് നിർത്താതെ മുന്നോട്ട് കൊണ്ടുപോകും. പിന്നെ കൃഷിഭവനിൽ നിന്നുള്ള സഹായങ്ങളും ഒക്കെ കൃത്യമായിട്ട് തരുന്നുണ്ട്. അവർ വന്ന് നോക്കുന്നുണ്ട്, അന്വേഷിക്കുന്നുണ്ട്. എല്ലാ സപ്പോർട്ടുകളും നമുക്ക് തരുന്നുണ്ട്. കണിവെള്ളരി ആണ് ഇപ്രാവശ്യം കൃഷി ചെയ്തിരിക്കുക. അത് നാളെ ഇല്ല നാളെ കഴിഞ്ഞ് അത് വിളവെടുപ്പിനായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പം ഇവിടെ തന്നെ ഒത്തിരി പോവും കണിവെള്ളരി. ബാക്കി ഞാൻ വിപണിയിൽ മാർക്കറ്റിൽ കൊടുക്കുകയാണ്. കഴിഞ്ഞ വർഷം കൂടുതൽ വിളവും വിലയും ലഭിച്ചിരുന്നു. കനത്ത ചൂട് കൃഷിക്ക് ഭീഷണിയായി. വിഷുവിപണി ഉണർന്നെങ്കിലും വില കുറവുണ്ട്. പുലിയന്നൂർ, തെക്കുമുറി, ചേർപ്പുങ്കൽ, ചെമ്പ്ലാവ് തുടങ്ങിയ ഇടങ്ങളിൽ നിരവധി കർഷകർ കണിവെള്ളരി കൃഷി ചെയ്തിട്ടുണ്ട്. വേനൽ പച്ചക്കറി കൃഷി ചെയ്യുന്ന കർഷകരുടെ പ്രധാന പ്രതീക്ഷ തന്നെ കണിവെള്ളരിയാണ്. കലാധരൻ എന്ന കൃഷിക്കാരൻ പുലിയന്നൂർ പാടശേഖരത്ത് കണിവെള്ളരിക്കൊപ്പം പടവലം, ചീര, തണ്ണിമത്തൻ തുടങ്ങിയവയും കൃഷി ചെയ്തിട്ടുണ്ട്. കൃഷിക്കാർക്ക് കഷ്ടപ്പാടനുസരിച്ച് വിളകൾക്ക് വില ലഭിക്കാത്തത് കർഷകരെ കൃഷിയിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണെന്നും കലാധരൻ പറയുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ പിള്ളേരെ നോക്കുന്ന പോലെ രാവിലെ മുതൽ ഇതിൻ്റെ അകത്ത് പണിതെങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലാതെ കൃഷി ചെയ്തേച്ച് വല്ലയിടത്തും പോയി കഴിഞ്ഞാൽ ഇത് കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതുപോലെ പണിയുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എല്ലാം ഈ വെള്ളത്തിൻ്റെ പ്രശ്നമാണ്. വെള്ളം കുറവായതുകൊണ്ട് നനയൊക്കെ ഒന്നും കണക്കാകുന്നില്ല. എനിക്ക് തണ്ണിമത്തൻ കൃഷിയുണ്ട്. അതിപ്പം ന്യായമായ കായുണ്ട് ഉണ്ടെങ്കിലും അതും വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് കാരണം വളർച്ച വളരെ കുറവാണ്. എന്നുവെച്ചാൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് വളരെയേറെ ആഗ്രഹമുണ്ട്. സർക്കാരിൽ നിന്നുള്ള സഹായം എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുണ്ട്. കൃഷിയുടെ അധ്വാനത്തിൻ്റെ അനുസരിച്ചുള്ള കിട്ടപ്പോരില്ല. എന്ന് വെച്ചാൽ ചിലവ് കൂടുതലും വരവ് കുറവുമായിട്ടാണ് കാണുന്നത്. ചിലവെന്ന് പറഞ്ഞാൽ നല്ല ചിലവ്. ഞാനിത് പാട്ടത്തിനടുത്താണ് കൃഷി ചെയ്യുന്നത്. ഇതിനിപ്പോൾ എനിക്ക് ഇതിനകം കണ്ടം തന്നെ ഇത് വൃത്തിയാക്കി കൊണ്ടുവന്നപ്പം തന്നെ 15,000 രൂപ ചിലവായി. പിന്നെ ഇതിൻ്റെ പന്തൽ, മറ്റ് പണിക്കൂലി എല്ലാം കൂടെ വരുമ്പം നല്ലൊരു സംഖ്യ കയ്യിൽ നിന്ന് മാറുക. ഓരോ വർഷവും കണിവെള്ളരി കൃഷിക്കാരുടെ എണ്ണവും കുറഞ്ഞു വരുന്നു. എന്തായാലും പാകമായ തണ്ണിമത്തൻ്റെ വിളവെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കലാധരൻ എന്ന കൃഷിക്കാരൻ. അനിൽ കുർച്ചിത്താനം, സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.